അഴകാലില മഞ്ഞച്ചരടില് പൂത്താലേ മഴവില്ലിൻ കസബുലയും മുകിൽ പുടവ ചുറ്റി. രണ്ട് എക്സ്ട്രീംസ് അനുഭവിച്ച ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ ആടുജീവിതത്തിലാണെങ്കിൽ ഒരു പയ്യൻ അവൻ്റെ സ്വപ്നങ്ങൾ ജീവിച്ചു തീർക്കാൻ വേണ്ടി, അവന് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ഷാറ്ററായി പോകും. 2000 ഈ ലോകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഇത് വന്നു. നമ്മളൊക്കെ ഒന്ന് കോളേജിലേക്കൊക്കെ എത്തുന്ന സമയമാണ്. അതെ. അതായത് ഈ ഇപ്പോഴത്തെ ജനറേഷൻ എത്ര മനസ്സിലാവും 2000 എന്തോ സംഭവിക്കും. അപ്പോൾ ഭയങ്കര സ്ട്രഗിൾ എല്ലാവരും. പ്രണയത്തിൽ അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. പണ്ട് നമുക്കൊരു പ്രണയം പറയാന്നുള്ളതായിരുന്നല്ലോ ലോകത്തെ ഏറ്റവും ടഫായ ജോബ്. കാരണം ഈ രണ്ടുപേരും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. I2Iലൊക്കെ ആണെന്നൊക്കെ വിചാരിച്ചൊക്കെ ജീവിച്ചു പോയ ആൾക്കാരുണ്ട്. അതാണ് എന്റെ ഫേവറേറ്റ്. പക്ഷെ ആ പാട്ട് ജാസ്തിയാണ് സ്റ്റേജിൽ പൊരിക്കാൻ പറ്റിയ പാട്ട് കൂടിയാണ്. ഞാൻ നിങ്ങൾ പാടുന്നുണ്ട്. എന്ത് പാടിയാലും അതിന്റെ മുകളിൽ ലജ്ജാവതി പാടിയ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന അതിന് വേണ്ടി തരും. എസ്തറിന്റെ ഇന്നസെൻസ് തന്നെ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നമുക്കൊരു ദൃശ്യം സിനിമയാണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതിൽ ആ കുട്ടിയുടെ മുഖം നമ്മൾ മറക്കില്ല. അതിനെ ടോർച്ചർ ചെയ്യുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവള് വലുതായപ്പോഴും ആ മുഖം അങ്ങനെ ഉണ്ട്. മാർഗഴിയെ കേൾക്കാതെ ഇത് കേട്ടിട്ട് പോയാ ഒന്നും പറയണ്ട. ഇനി ഇവിടെ ഇരുന്നത് സിനിമ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കതിന്റെ കൂടെ എത്ര അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളിടത്താണ് ഒരു വിഷയം. നമസ്കാരം. ശാന്തമീ രാത്രിയിൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ നമ്മളോട് ഉണ്ട്. നമുക്ക് ഏറെ സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യാം സിനിമയുടെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം. നമസ്കാരം. ശാന്തമീ രാത്രിയിൽ നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ളൊരു പാട്ടിൻ്റെ വരിയാണ് ആ ഒരു ആദ്യത്തെ പേര് തന്നെ വന്നിരിക്കുന്നത്. പേരിലുള്ള കൗതുകമാണ്. ബിക്കോസ് സാറാണ് ഈ സിനിമയുടെ ക്രിയേറ്റർ. സോ ഈ പേര് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ശാന്തമീ രാത്രിയിൽ ശരിക്കും ആ പേര് പോലെ തന്നെ ഒരു രാത്രി, ശാന്തമായ ഒരു രാത്രി. ഇതിൽ ഒരു ക്രിസ്മസ് രാത്രിയാണ്. പാതിരാ കുർബാനയൊക്കെ നടക്കുമ്പോൾ മൂന്നാറിലെ ഒരു തൂക്കുപാലം, ദൂരെ ഒരു പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥന കേൾക്കാം. അവിടെ പ്രണയിക്കുന്ന രണ്ടുപേരും ആ പാലത്തിൽ കാർക്കോ വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ആ കഥയുടെ. ഒരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന 1970 പ്രണയിക്കുന്ന ഒന്നും അറിയാത്ത രണ്ട് കുട്ടികൾ, അവരുടെ മനസ്സാണ് അത്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം 2024 ആയപ്പം അവരുടെ മനസ്സിൽ ഇപ്പോഴും അതൊരു ഡ്രീമായിട്ട് കാത്തു നിൽക്കുന്നു. അപ്പം അത്രയും പ്രാധാന്യം ആ ലവ് സ്റ്റോറിക്കുണ്ട്. രണ്ട് കാലഘട്ടത്തെ ലവ് സ്റ്റോറിയാണ് പറയുന്നത്. ഒന്ന് 1970 അങ്ങനത്തെ ഒരു കാലം. ഇന്നങ്ങനെയൊന്നും കാത്തിരിക്കണം നിർബന്ധമില്ല. ഇപ്പോൾ 2024 ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സമീപത്തുള്ള ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഡേറ്റിങ്ങും ലിവിങ് ടുഗദറും ബ്രേക്കപ്സും ഒക്കെ ഉള്ള സമയത്ത് അവിടെ അവർ റിയലൈസ് ചെയ്യുന്ന ഇങ്ങനൊരു കഥ, അവരെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അപ്പം 2 ബ്രിഡ്ജസ്, ലണ്ടൻ ബ്രിഡ്ജും മൂന്നാറിലെ തൂക്കുപാലവും, 2 കാലം 2024 1970. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഇൻഡയറക്റ്റ്ലി കണക്റ്റഡ് ആവുന്നു. അതാണ് ശാന്തമീ രാത്രി. അപ്പോൾ ആ പേരിന് പ്രാധാന്യം പാട്ടിൻ്റെ ഒരു വരി മാത്രമല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു രാത്രി, ഒരു വർഷത്തെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഒരു ഓൾമോസ്റ്റ് 2 ഡെക്കേഡിന് ശേഷം വീണ്ടും ഒന്നിക്കുകയാണ് ഈ പാട്ടെന്ന് പറയുമ്പോൾ. സാറിൻ്റെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ മുൻപുള്ള ഇതൊക്കെ സംസാര രീതി കാണുമ്പോൾ നമുക്കറിയാം പാട്ടിനോടുള്ള സാറിൻ്റെ ഒരു ഇഷ്ടം. സോ അത് തന്നെയാണ് ഈ ഒരു കോമ്പോയിലുള്ള പ്രത്യേകതയും. എങ്ങനെയായിരുന്നു സാറിനോട് വീണ്ടും വർക്ക് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ്? സാധാരണ ഇതിൽ കുറച്ചുകൂടെ നമുക്ക് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് പഴയ കാലത്തെ ടൈപ്പ് സോങ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് പ്രഥമമായിട്ടുള്ളൊരു ടാസ്ക് ആ സെഷനായിരുന്നു. അതല്ലാതെ കുറച്ച് നമ്മുടെ ഒരു കാറ്റഗറിയിലുള്ള മ്യൂസിക് വരുമ്പോഴത്തേക്ക് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊരു ഒരു EDM ടൈപ്പ് സോങ്സിലൊക്കെ സാറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അത് കാരണം ആ സെഷൻ എളുപ്പമായിരുന്നു. കുറച്ച് കഥയായിട്ട് ഒത്തുചേർന്ന് നിൽക്കുന്ന പഴയ സമയത്തുള്ള പാട്ടുകളിൽ കുറച്ചാണ് ടൈം എടുത്തത്. പിന്നെ സാറിൻ്റെ ഒരു ടേസ്റ്റ് ആസ് യൂഷ്വൽ അറിയാം. സാറിൻ്റെ പഴയ പടങ്ങളിലെ മെലഡിക്ക് ആണെങ്കിലും നമുക്കറിയാം ഇച്ചിരി ഡെപ്ത്ഫുള്ളാണ്. സാധാരണ നമുക്കൊരു ഗിറ്റാർ വായിച്ച് ഒരു നോർമലായിട്ടുള്ളൊരു ട്യൂൺ സാറിന് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ട്യൂൺസ് കേൾക്കുമ്പോഴറിയാം
പ്രത്യേകിച്ച് സലിൽ ചൗധരി സാറിൻ്റെയൊക്കെ പാട്ടും അതൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് മെലഡി കൊടുക്കുമ്പോഴും നമ്മുടെ മനസ്സിലും അതാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനം വേണം. ആ രീതിയിൽ കുറച്ച് ഒന്ന് ടൈം എടുക്കേണ്ടി വന്നു പഴയ പാട്ടുകൾ വെച്ച് നോക്കുമ്പോഴും. ഇതിലെ കുറച്ച് പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സ്വീറ്റാണ്. ഇതൊരു ഫെദറി ടച്ച് തോന്നുന്നൊരു പാട്ടുകളാണ്. അതായത് ഒരു ഇഡിയം ടച്ചും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈ പഴയ കാലഘട്ടത്തിൽ വരുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെലഡിയും. ഈ പാട്ടിൻ്റെ ഒരു ബ്ലെൻഡ് തന്നെ വളരെയധികം കൗതുകം തോന്നി. കാരണം നമ്മളിപ്പോൾ ഒരുപാട് നാളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കസ് ചെയ്തൊരു സംഭവമാണ്, ലൈക്ക് നമ്മൾ കുറച്ച് നാൾ മുൻപേ ഉണ്ടായിരുന്ന പ്രണയവും ആ സമയത്തുള്ള ഡേറ്റിംഗ് കൾച്ചറും ഇപ്പോഴത്തെ രീതിയിലുള്ളതും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ എന്തോരം ഡിഫിക്കൽട്ടായിരുന്നു. കാരണം രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരു കണ്ടീഷനാണല്ലോ. ഓൺലി കോമൺ ഫാക്ടർ ഇസ് ദറ്റ് ലവ്. പക്ഷെ എന്നാൽ രണ്ട് എൻഡിലല്ലേ. അതിന് ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരുന്നു പാട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ? അത് സാർ അതിൻ്റെ ഒരു ലവിൻ്റെ ഒരു സിറ്റുവേഷൻ സാറ് ഡിഫൈൻ ചെയ്യും. മ്യൂസിക്കലി ആക്ച്വലി നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി സ്റ്റൈല് വന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയം ആണിപ്പോഴും. അപ്പോൾ എല്ലാവരും ഒത്തിരി കേൾക്കുന്നുണ്ട്. പഴയതുപോലെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു അവസരമാണ്. നമ്മുടെ ഒരു ഫ്രീഡം എന്നതിൽ അതിനെക്കാട്ടിലും കോൺസെപ്റ്റുമായിട്ട് ഇണങ്ങിച്ചേരണം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഫ്റ്റായിട്ടുള്ള സോങ്സിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾക്കെപ്പോഴും ഞങ്ങൾ പേഴ്സണലായിട്ട് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ വളരെ സോഫ്റ്റായിട്ടുള്ള സോങ്സ് ഇപ്പോൾ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി ലൗഡ്നെസ് വരുമ്പോഴത്തേക്കും നമുക്കൊരു സെറ്റിൽ ബാക്ക് വേണമെന്ന് തോന്നുമ്പോഴത്തേക്കുള്ളൊരു ആഗ്രഹം അങ്ങനെ പോകാറുണ്ട്. അതിൻ്റെ ഒരു ബ്ലെൻഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിളിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ തൊട്ട് മുൻപ് ഗൂഗിളിലെ സ്ക്രീനിൽ കണ്ടത് മരുഭൂമിയിൽ നടക്കായിരുന്നു. ആൻഡ് നൗ ഇപ്പോൾ ഈ ഒരു തണുപ്പിലേക്ക്. സോ കാണുമ്പോൾ നമുക്ക് വിഷ്വലി വി ഫീൽ ദ ഡിഫറൻസ്. എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഫീൽ ചെയ്തത്? ആ ഒരു അറ്റ്മോസ്ഫിയർ ഒഴിച്ചുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു അതിൽ നിന്നും ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയായിരുന്നു? രണ്ട് ക്യാരക്ടറും ആക്ച്വലി രണ്ട് എക്സ്ട്രീംസ് അനുഭവിച്ച ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ ആടുജീവിതത്തിലാണെങ്കിൽ ഒരു പയ്യൻ അവൻ്റെ സ്വപ്നങ്ങൾ ജീവിച്ചു തീർക്കാൻ വേണ്ടി, അവന് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ഷാറ്ററായി പോവാണ്. ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള ബോയിൻ്റെ സ്വപ്നങ്ങൾ ഷാറ്ററാണ്. ഇവിടെയും സിറ്റുവേഷൻ ഒരു ഇതുപോലെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള 1970s ആ കാലഘട്ടത്തിലെ പാട്ടുകളും ഒരു ഭയങ്കര പാട്ടിനെ ഒരുപാട് സംഗീതത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ബോയാണ് അവൻ. അന്നത്തെ സിനിമകൾ ഒരുപാട് കാണുന്ന ബോയാണ്. അപ്പോൾ പക്ഷേ രണ്ട് സിനിമയിൽ ഒരു കോമൺ എലമെൻ്റ് എനിക്ക് തോന്നുന്നത് ഈ ഒരു നമ്മളെ ഷാറ്ററാവുന്നൊരു ഡ്രീം ഷാറ്ററാവുന്നൊരു സംഭവം ഈ രണ്ട് ക്യാരക്ടറിനും കോമൺ ആണ്. ഈ രണ്ട് ക്യാരക്ടറിൻ്റെ ഡ്രീം ഈ സിനിമയിൽ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ക്യാരക്ടറിൻ്റെ ചെറിയൊരു ഡ്രീം ഷാറ്ററായിട്ട് ബ്രോക്കൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആടുജീവിതത്തിലും ബ്രോക്കൺ ആവുന്നുണ്ട്. പക്ഷേ അത് സിറ്റുവേഷൻസ് വേറെ ആയിരുന്നു, വേറെ എക്സ്ട്രീംസ് ആണ്, ഇമോഷൻസും വേറെ എക്സ്ട്രീംസ് ആയിരുന്നു. പക്ഷേ ശാന്തമീരാത്രിനെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഗ്രാമത്തിനോട് ഒരു ഗ്രാമത്തിൽ പോയിട്ടൊരു നല്ല തണുത്ത ഒരു കോടയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഫീലായിരുന്നു ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്. താങ്ക് ഗോഡ് ദറ്റ് ഷൂട്ടിന്റെ സമയത്ത് രണ്ട് സമയത്തായിരുന്നു. ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുന്ന അതേ മരുഭൂമിയിൽ നിന്ന് നേരെ ഈ തണുപ്പിലേക്ക് വന്ന ആള് വല്ലാതെ പോയനെ. പക്ഷേ ഈ രണ്ട് സ്ഥലത്തെ ഇമോഷൻ സെയിം ആണ്. കാരണം ഈ ഡെസേർട്ടിലുള്ള വരൾച്ചയിൽ അവൻ എങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹം, തേസ്റ്റ്. ഇവിടെ ഈ പറഞ്ഞ കോടമഞ്ഞും പച്ചപ്പൊക്കെ ഉണ്ടെങ്കിലും തണുപ്പും ഉണ്ടെങ്കിലും അവൻ്റെ അവൻ്റെ പ്രണയത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്. എങ്ങനെങ്കിലും ആ പെൺകുട്ടിയെ കൊണ്ട് രക്ഷപ്പെടണം ഇവിടുന്ന്, അതിനുവേണ്ടി അവൻ്റെ കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ രണ്ടിൻ്റെയും തീഷ്ണത സെയിമാണ്, അല്ലെങ്കിൽ ആ ഇമോഷൻ സൈഡ് സെയിമാണ്. സാർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അതായത് മരുഭൂമിയിൽ നിൽക്കുമ്പോൾ ആ ഹക്കീം എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടത് തണുപ്പായിരുന്നു അല്ലെങ്കിൽ വെള്ളമായിരുന്നു. ഇവിടെ ആ പെൺകുട്ടിയുടെ ഒരു വോംത്തായിരിക്കും. എനിക്ക് ഇന്റർവ്യൂ നമുക്ക് നടക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അതിൽ തോന്നുന്നത്. അതാണ് അത് തന്നെയാണ് ആ ചൂട്. കാരണം അവളില്ലാതെ വേറെ ഒന്നുമില്ല ലൈഫിൽ, ഞാൻ അല്ല ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞവനാ. മറ്റേതെനിക്ക് അവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതെ. ഇപ്പോൾ ഇത്രയും ജനറേഷൻസിലുള്ള നിങ്ങളെല്ലാം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു സമയത്തുള്ള പ്രണയം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്, സിനിമ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും നിങ്ങൾ അറിയുന്നു. പക്ഷേ ഐ തിങ്ക് ഇതിൽ കോമൺ ഫാക്ടറായിട്ട് കൈലാഷായിട്ട് നിൽക്കുമ്പോൾ ആ പണ്ടത്തെ ഒരു സിനിമകളും കണ്ടും അതിൽ എക്സ്പീരിയൻസ് ചെയ്തും അഭിനയിച്ചു വെക്കുന്നുണ്ട്. ആൻഡ് സ്റ്റിൽ യു ആർ ഹിയർ. അപ്പോൾ അതിലൊരു ട്രാൻസിഷൻ എങ്ങനെയാണ്? കാരണം അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും തമ്മിൽ? സിനിമ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ കൂടെ
എത്ര അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളിടത്താണ് ഒരു വിഷയം. ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ മാത്രം വിചാരിച്ചാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല സിനിമ എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ചില ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ ചെന്ന് എത്തിപ്പെടുമ്പോൾ അവർ നമ്മളെ അറിയാതെ ട്രാൻസ്ഫോം ചെയ്യും, അല്ലെങ്കിൽ അവർ നമ്മളെ അറിയാതെ മാറ്റിയെടുക്കും. എന്നെ അങ്ങനെ ഒരുപാട് മാറ്റിയെടുത്തിട്ടുള്ള ഒരാളാണ് ജയരാജ് സാർ. കാരണം സിനിമ നമ്മളെപ്പോഴും എല്ലാവരും ഏതെങ്കിലുമൊക്കെ സിനിമകൾ കണ്ടിട്ടാണ് ഇങ്ങനെ സിനിമ ഡയലോഗ്സുകൾ പറയുക, അല്ലെങ്കിൽ സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കുക, അങ്ങനെയൊക്കെ വിചാരിക്കാത്ത എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ സിനിമയിൽ വരുന്നതിന് മുൻപ് ചാൻസ് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ എൻ്റെ റീച്ചിലില്ലാതിരുന്ന, എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാതിരുന്ന ഒരാളാണ് ജയരാജ് സാറ്. അപ്പോൾ അതിനുശേഷം സിനിമയിലൊക്കെ വന്നു. അപ്പോഴും നമുക്ക് ജയരാജ് സാറിൻ്റെ ഒക്കെ എടുത്തു പോയിട്ട് നമുക്കൊരു സിനിമയുടെ എന്തെങ്കിലും വരുമ്പോൾ ഒന്ന് പറയണമെന്ന് പറയാനുള്ളൊരു ധൈര്യം നമുക്ക് വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടില്ലായിരുന്നു. ഞാൻ പല സ്ഥലങ്ങളിൽ സാറിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നീലത്താമരയുടെ പൂജയിൽ ജയരാജ് സാറ് ഗസ്റ്റാണ്. പഴയ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ആ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അന്നേരം ഈസി ആയിട്ട് പോയിട്ട് ഒരു ഹലോ പറയാം, പക്ഷെ ധൈര്യം തോന്നിയിട്ടില്ല. ആ ധൈര്യം തോന്നാത്തത് അദ്ദേഹം എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്കുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റാണ്. കാരണം ഇതൊക്കെ ചെയ്തൊരാളാണ്. അങ്ങനെയാണല്ലോ നമ്മളൊരാളെ, അങ്ങനെ നമ്മളൊരിക്കലും മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല, എന്നിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ ചോദ്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പ്രണയം എല്ലാ പ്രണയത്തിൻ്റെ ബേസിക്സ് എപ്പോഴും രണ്ടുപേരും തമ്മിലുള്ളൊരു ഇമോഷൻ തന്നെയാണ്. പിന്നെ അത് പറയുന്ന രീതികൾ മാറുന്നു, പറയുന്ന ചുറ്റുപാടുകൾ മാറുന്നു, പറയാനുള്ള എക്യുപ്മെൻറ്റ്സ് വന്നു എന്നൊക്കെ പറയുന്നതാണല്ലോ ഡിഫറൻസ്. അപ്പോൾ അത് പ്രണയം പറഞ്ഞില്ലെങ്കിലും അറിഞ്ഞറിയാതെ നമ്മൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്. കാരണം പണ്ട് നമ്മൾ പൈസ കൊടുക്കുന്നത് ഇന്ന് ജീപേ കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം. പ്രണയത്തിൽ അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്ഗ്രേഡേഷൻ മാറിക്കൊണ്ടിരിക്കുക. അതാണ്. കാരണം അതിൻ്റെ പണ്ട് നമുക്കൊരു പ്രണയം പറയാന്നുള്ളതായിരുന്നല്ലോ ലോകത്തെ ഏറ്റവും ടഫായ ജോബ്. കാരണം ഈ രണ്ടുപേരും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. I2Iലൊക്കെ ആണെന്നൊക്കെ വിചാരിച്ചൊക്കെ ജീവിച്ചു പോയ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ റീസെന്റ് ഒരു ഇതായിരുന്നു, മുമ്പ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് നമ്പറോ അല്ലെങ്കിൽ പോസ്റ്റ് അഡ്രസ്സ് തരുമെന്ന്. ഇപ്പൊ വി ജസ്റ്റ് ഹാവ് ടു ആസ്ക് ഇൻസ്റ്റാഗ്രാം. പെട്ടെന്നാണ് കാര്യം, പെട്ടെന്ന് മാറി. ഇപ്പൊ അതുപോലും ചോദിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും ഒരേ സ്ഥലത്തുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ സജഷൻ തരും. സെയിം ലൊക്കേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇന്നിപ്പോ കാണാം. അല്ല, ഇന്നിപ്പോ കാണാന്ന് പറഞ്ഞിട്ട് ജയരാജ് സാറിന്റെ കൈ കാണാൻ. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ജയരാജ് സാറിനെ പോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഇരുത്തിയിട്ട് പറയണല്ല. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് 2000 ഈ ലോകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഇത് വന്നു. നമ്മളൊക്കെ ഒന്ന് കോളേജിലേക്കൊക്കെ എത്തുന്ന സമയമാണ്. അതെ. അപ്പൊ അത് ഈ ഇപ്പോഴത്തെ ജനറേഷൻ എത്ര മനസ്സിലാവുന്നത് 2000 എന്തോ സംഭവിക്കും. അപ്പൊ ഭയങ്കര സ്ട്രഗിൾ എല്ലാവരും. അപ്പോൾ ആ സമയത്ത് പത്രങ്ങളിലൊക്കെ, അന്ന് പത്രമാണ്, ഇന്ന് സോഷ്യൽ മീഡിയയിലല്ലോ. ഞാൻ അന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ മില്ലേനിയം എന്ന് പറയുന്നൊരു വാക്ക്. അപ്പം അന്ന് പത്രങ്ങളിലും ന്യൂസുകളിലുമൊക്കെ ഈ 2000 ദശാബ്ദം അല്ലേ, അങ്ങനെ തോന്നുന്നു എൻ്റെ വാക്ക്. അങ്ങനെ മില്ലേനിയം എന്നൊരു പുതിയ വാക്ക് കേൾക്കുക. അപ്പം ഇതിൻ്റെ അർത്ഥം അന്ന് നമുക്ക് ഡിക്ഷണറി തന്നെ പോയി നോക്കണം, ഗൂഗിളൊന്നുമില്ല. അപ്പം ഞാനൊക്കെ ഇതിങ്ങനെ പോയി നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് കാണുകയാണ് മില്ലേനിയം സ്റ്റാർസ് എന്നൊരു പടം. അത് ഞാൻ പറഞ്ഞ എത്ര ഷാർപ്പാണ് ആ മൂമെന്റ് എന്ന് ഞാനത് പറയാൻ. ആ ഒരു പുതിയ ഒരു കാലം മില്ലേനിയം തുടങ്ങുന്നത് ഈ സിനിമ, ആദ്യത്തെ സിനിമ ലോകത്തിൽ. കാരണം അന്ന് ഞങ്ങൾ കൊല്ലം വർക്കല ഒരു തിയേറ്ററിൽ 12 മണി കഴിഞ്ഞാൽ ഉടനെ റിലീസ് ചെയ്ത പടം. അങ്ങനെ ഒരു അത് കാരണം ഈ ജനറേഷൻ അത് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പം മില്ലേനിയം എന്ന് പറയുന്ന ഒരു വാക്ക് വെച്ചിട്ട് ഒരു സിനിമ ലോകത്തൊരാൾ ചിന്തിച്ചിട്ടില്ല. മലയാളത്തിലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് ഹരിഹരൻ സാർ അഭിനയിച്ചിട്ടുണ്ടല്ലേ. ഹരിഹരൻ സാറൊക്കെയാണ് വന്ന് പെർഫോം ചെയ്യുന്നത്. എന്നിട്ട് പാട്ടൊക്കെ ഹിറ്റ്. അപ്പം നമ്മളെ ആ കാലഘട്ടത്തിൽ അന്ന് ചെയ്ത ഒരാൾക്ക് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനെയും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ മതി. നമ്മൾ അദ്ദേഹത്തിന് ഏത് കാലത്തെ പ്രണയം പറയാൻ പറ്റുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ആണെങ്കിൽ പോലും നമ്മൾ സിനിമകൾ കാണുമ്പോൾ ചില നമുക്ക് തോന്നും ഇതിപ്പോൾ ഇറങ്ങേണ്ടതായിരുന്നില്ല, കുറച്ച് മുൻ. അതിന്റെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞതിൽ ആ ഒരു ഇല്ലേ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ സിനിമ ഓൺ ദ ടൈം ആയിരുന്നു മില്ലേനിയൽ എന്ന് പറഞ്ഞത്. പക്ഷെ വേറെ ഉണ്ട്, ജയരാജ് സാറിന്റെ എല്ലാ സിനിമകളും ഇല്ലേ കുറച്ച് നേരത്തെ ആയിരിക്കും. ജയരാജ് സാർ പറയുന്നത് എല്ലാം നേരത്തെ ആയിരിക്കും.
നമുക്കും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളത് ചന്ദ്രൻ ശ്രദ്ധിക്കണ്ടായിരുന്നു. അത് ഇനി കുറച്ചുകൂടെ പതുക്കെ ആക്കണം ഞാൻ വിചാരിക്കുന്നു. വർത്തമാനകാലത്തിൽ നിന്ന് ഒട്ടും മുമ്പോട്ട് പോകാത്ത രീതിയിൽ നമുക്ക് പ്രയോജനമില്ല, കാരണം കുറെ കഴിഞ്ഞിട്ട് തെറ്റാവുന്നത്. ഇപ്പം ഈ മിലേനിയസ് സ്റ്റാർസ് അന്ന് പടം ഫെയിലിയറാണ്, പക്ഷെ പാട്ടുകൾ പിന്നീട് ഭയങ്കര ഹിറ്റാവുന്നു. ഞങ്ങളുടെ റെയിൻ റെയിൻ കം അഗൈൻ ഫെയിലിയറാണ്, പിന്നീട് ഭയങ്കര ഹിറ്റാവുന്നു. പൈതൃകവും ഫെയിലിയറാണ്, ഇപ്പോഴും അതിലെ ഡയലോഗുകൾ ആൾക്കാർ പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് കയറിക്കോട്ടെ, ഈ ജയരാട്ടൻ ഫെയിലറാന്ന് പറയുമ്പോഴും ഈ തിയേറ്ററിലെ ഒരു ചെറിയ റെസ്പോൺസിലാണ് പറയുന്നത്. ഇതെല്ലാം മെറിറ്റുള്ള സിനിമകളാണ്, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് സക്സസ്ഫുൾ ആവുന്നുണ്ട് വേറെ രീതിയിൽ. പക്ഷെ രണ്ട് എക്സ്ട്രീം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു പടത്തിൻ്റെ ഫെയിലിയർ, ആ ഫെയിലിയറിൽ നിന്ന് അടുത്ത ഒരു ലീപ്പുണ്ട്, അത് നമുക്ക് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു സിനിമയുടെ ഫെയിലിയർ അല്ലെങ്കിൽ അത് പറയുന്നത് ജസ്റ്റ് ബോക്സ് ഓഫീസ് നമ്പേഴ്സ് മാത്രമല്ലല്ലോ, ചില ആൾക്കാരുടെ മനസ്സിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും ഭയങ്കര കൂടുതലായിരിക്കും. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഫെയിലിയർ. അതൊരിക്കലും ഫെയിലിയർ അല്ല. എല്ലാ സിനിമയിലും അതിൻ്റെതായ സക്സസ് പലരുടെയും ലൈഫിൽ ഉണ്ടാവുമായിരിക്കും. ആൻഡ് സിനിമയുടെ പാട്ട് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് അതൊരു, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫെദറി ടച്ച് തോന്നി. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭയങ്കരമായിട്ട് കണ്ണെടുക്കാൻ പറ്റാത്തൊരു ഫേസ് ആയിരുന്നു എസ്തറിൻ്റെ. ബിക്കോസ് ഷി വാസ് ലുക്കിംഗ് വെരി ഗുഡ്. ആ ഒരു പഴയ ഒരു 70s ശരിക്കും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആളെ ഇതിനകത്തൊരു കാസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് മൈൻഡിൽ വന്നത് സർ? എസ്തറിൻ്റെ ഇന്നസെൻസ് തന്നെ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നമുക്കൊരു ദൃശ്യം സിനിമയാണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതിൽ ആ കുട്ടിയുടെ മുഖം നമ്മൾ മറക്കില്ല. അതിനെ ടോർച്ചർ ചെയ്യുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ വലുതായപ്പോഴും ആ മുഖം അങ്ങനെയുണ്ട്. അതിപ്പം ഒരു അത്രയും നിഷ്കളങ്കമായ ഒരു പ്രണയകഥ പറയുമ്പോൾ അതുപോലൊരു കുട്ടിയാവണം, ഒരു ക്രിസ്ത്യാനി പെണ്ണ്, കിഴക്കേ മലയിലെ വെണ്ണിലാവനെ പോലെ ഒരു ക്രിസ്ത്യാനി പെണ്ണ്. സോ അത് തന്നെയാണ് എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ നമ്മുടെ എന്താണ് അവൻ്റെ ഒരു റൊമാൻറ്റിക് നേച്ചർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും അവനിൽ മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്തും പല എക്സ്പ്രഷനും എനിക്ക് തോന്നിയ പ്രേം നസീറിൻ്റെ കാലമാണ്. 70s ഞാൻ പ്രിറ്റൻഡ് ചെയ്തൊന്നുമല്ല കേട്ടോ, അവൻ്റെ എക്സ്പ്രഷനെല്ലാം ഉണ്ടത്, അതിന് നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് എനിക്കിവിടെ നിങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ ഇങ്ങനെ പോകുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്ക് പ്രത്യേക ഒരു ഓറ ഉണ്ട്. കാരണം ഇൻ ദ ക്രൗഡ് ഓൾസോ പെട്ടെന്ന് എടുത്ത് കാണും. നോ മാറ്റർ ഏത് മേക്കപ്പ് ആണ്, ഏത് സ്റ്റൈലാണ്, ഈവൻ ആടുജീവിത സിനിമയിൽ കണ്ടപ്പോഴാണെങ്കിൽ പോലും ഭയങ്കര പ്ലസന്റ് ആണ് അവൻ്റെ ചിരി, ഭയങ്കര ഇന്നസെന്റ്. സംസാരിക്കാൻ ആള് ഭയങ്കര ഇന്നസെന്റ് ആണ്. പക്ഷെ ഇനിയും പൊല്യൂട്ടഡ് ആവാതിരുന്നാൽ മതി, കാരണം കണ്ടീഷൻസ് ചുറ്റും. പക്ഷേ അവനിലുള്ള നൈർമല്യം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും പടത്തിൽ. ഈ മറ്റേത് മോഡേൺ ഏജ്, ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള പബ് ക്രൗഡ് പോലെയുള്ള പാട്ടുകളൊക്കെ ഉണ്ട്, അത് ചെയ്യാൻ എളുപ്പമാണ്. ഒരുപാട് പുതിയ കുട്ടികൾ UK തന്നെ പഠിക്കാൻ പോയിട്ടുള്ള ഒരുപാട് കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷേ നമ്മളുടെ മനസ്സിൽ ഈ ഒരു എന്താണ് ഈ റൊമാൻറ്റിക് ഏരിയ വർക്ക് ചെയ്യാൻ പാട് ഇപ്പം റീക്രിയേറ്റ് ചെയ്യണമല്ലോ. മറ്റേത് ഓൾറെഡി ഉണ്ട്, നമുക്കറിയാം, വൈബ്രൻ്റ് ആണ്. ഇപ്പോൾ സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഇഫ് ഗിവൺ എ ചോയ്സ്, നോ ഡയലോഗ് ഇല്ലാത്തൊരു സിനിമയാണോ അതോ പാട്ടില്ലാത്തൊരു സിനിമ, മ്യൂസിക് ഇല്ലാത്തൊരു സിനിമയാണോ സാർ ചൂസ് ചെയ്യുക? ഇഫ് ഗിവൺ എ റാൻഡം ചോയ്സ് ഏത് തിരഞ്ഞെടുക്കും? ഡയലോഗ് ഇല്ലാതെ പെട്ടെന്ന് പറയാനാണെങ്കിൽ ഏത് തിരഞ്ഞെടുക്കും? അത് പാട്ടില്ലാത്തതായിരിക്കും. ഓക്കെ, മൂവിനേക്കാളും. കാരണം അത് ഒരു നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആഡഡ് വാല്യൂസ് ആണ് ഈ സോങ്സൊക്കെ അല്ലേ. മറ്റേത് അല്ലാത്തൊരു റിയൽ ലൈഫുണ്ട്, റിയാലിറ്റി എന്ന് പറയുന്ന ഒരു അതിനകത്ത് ചിലപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും, അനുഭവിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ പാടി അഭിനയിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ റിയലിസ്റ്റിക് ഫീലാണ് ശരിക്കും നമ്മളുടെ എൻ്റെയും ബേസിക് നേച്ചറിലുള്ളത്. എനിക്കുള്ള ഒബ്സഷൻ അതാണ്. അതെനിക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് വേറെയാണല്ലോ. ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്ന പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ. അതെനിക്കൊരു സോള് പോലെയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ പാട്ടുകൾ സിനിമയിലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവർക്കും നമുക്കൊരു പാട്ടിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ഇന്ന പാട്ട് നമുക്ക്. അപ്പോൾ ഈ ലൂപ്പിൽ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു പാട്ട് കേൾക്കണമെന്ന് തോന്നിയ ക്ലിക്ക് ചെയ്ത് കേൾക്കുന്ന പാട്ട് ഇതായിരിക്കും? ഞാൻ അന്നന്ന പാത്തിയെ അതാണ് എൻ്റെ ഫേവറേറ്റ്. ഇപ്പൊ അത് ഒരാഴ്ച മാറും. ഈ പ്രണയം പറഞ്ഞതുപോലെ ഓരോ ആഴ്ച മാറിക്കൊണ്ട് അത് പറഞ്ഞാൽ നമ്മൾ മറ്റേ അടുത്ത ട്രെൻഡിങ് ഇത് വരുമ്പോഴേക്കും നമുക്ക് അത് പുതിയ സാധനം. പക്ഷെ അന്നന്ന പാത്തി എന്തായാലും കുറച്ച് നാൾ നിൽക്കും. അത് നിൽക്കും, കാരണം നമ്മളെല്ലാവരുടെയും വീടുകളിൽ ഏതെങ്കിലും ഒരാൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ആ പാട്ട് ജാസ്തിയാണ് സ്റ്റേജിൽ പൊരിക്കാൻ പറ്റിയ പാട്ടുകൂടിയാണ്. ഞാൻ നിങ്ങൾ പാടുന്നുണ്ട്, സ്റ്റെപ്പുകൾ വരാൻ പറ്റിയ പാട്ട്. കോഴിക്കോടൊക്കെ അത് തന്നെയായിരുന്നു അന്നന്ന പാത്തി. എന്ത് പാടിയാലും അതിന്റെ മുകളിൽ ലജ്ജാവതി പാടിയ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അത് കാരണം ഞാൻ ഈയിടെ നമ്മുടെ മാർക്കോ സാറിന്റെ ഒരു ഗാനമേള നടക്കുന്ന സമയത്ത് അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹിന്ദു ഉത്സവത്തിന്റെ ഇതായിരുന്നു.
പക്ഷെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അത് പാട് എപ്പോഴെങ്കിലും അങ്ങനെ സിറ്റുവേഷൻ ഉണ്ട് ലജ്ജാവതിയെ പാടും അയ്യോ അത് പരിപാടി തുടങ്ങുമ്പോഴേ ആൾക്കാരത് പറയും. തുടങ്ങുമ്പോഴേ പറയും അത് മാത്രം പാടിയാൽ മതി എന്നും പറയും സാറേ. 11 മണിക്ക് 11:35 ആ പാട്ട് പാടും. 9 മണിയുള്ളത് പറയും. കാരണം അത് പറഞ്ഞാൽ 1000 പോയിന്റ്സ് ആണ്. അതെ ഓരോ 1000 പോയിന്റ്സ് ആയിരിക്കും. പിന്നെ ചില സ്ഥലങ്ങൾ അത് മാത്രം പാടിയാൽ മതി എന്ന് പറയും. ആ പാട്ട് മാത്രമേ പാടാവൂ. നന്നായിട്ട് പാടി ഉറപ്പിച്ചിട്ട് അടുത്ത പാടിയാൽ അതെ അത് ഇപ്പോഴും കേൾക്കും. ഞങ്ങൾ ഇപ്പൊ ട്രിപ്പ് പോവുക അല്ലെങ്കിൽ കോളേജൊക്കെ ടൂർ IV പോവുകയാണെങ്കിൽ പാട്ട് രസമില്ല ലജ്ജാവതി അത് അപ്പം വരും. കാരണം അത് എവർഗ്രീൻ ആണ്. ഇപ്പോഴത്തെ പാട്ടുകൾ ഹിറ്റ് ആവുന്ന വെച്ചാൽ ഹിറ്റ് ആവുന്നുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് പോകും. അത് മറഞ്ഞങ്ങ് പോകും. ഇങ്ങനെ നമ്മൾ കാർഡിന്റെ മേലെ കാർഡ് ഇടുന്ന പോലെ അതങ്ങ് പോകും. പക്ഷെ എന്നാലും ഐ തിങ്ക് സാറിന്റെ പാട്ടുകൾക്ക് ആ ഒരു പ്രത്യേകതയുണ്ട്. ഈ സിനിമയിലെ പാട്ടുകളും കേട്ടപ്പോൾ ഒരു ആർദ്രത ഉണ്ടായിരുന്നു. സാർ പറഞ്ഞു സാറിന്റെ പ്ലേലിസ്റ്റിൽ എനിക്ക് ഇപ്പോഴുള്ള മാർഗഴിയാണ് ജാസി പാടിയ മാർഗഴി, പ്രത്യേകിച്ച് ശാന്തവിരാത്രിയിലെ പാട്ടാണ്. അതിൻ്റെ പ്രണയത്തിൻ്റെ മുഴുവൻ ആർദ്രതയും ഫീൽ ചെയ്യുന്ന പാട്ടാണ്. ഗോകുലിൻ്റെ എക്സ്പ്രഷനും അത് എൻ്റെ സിനിമയിലെ പാട്ടായിട്ട് പറയില്ല, എനിക്കിഷ്ടം മാർഗഴിയാണ്. എന്നോട് പലരും പറഞ്ഞു ആ പാട്ട് കേട്ടതിന് ശേഷം എന്താ അറിയില്ല, അതിൻ്റെ ലിറിക്കാണോ അതിൻ്റെ മ്യൂസിക്കാണോ പാടിയാളുടെ ശബ്ദമാണോ ഭയങ്കര ഹോണ്ട് ചെയ്യുന്നു പറഞ്ഞു. ആ ഹോണ്ടിങ് ആണ് എനിക്കുള്ളത് പേഴ്സണലി. ഇപ്പോൾ ലൂപ്പായിട്ട് കേൾക്കുന്നത് തുടരും സിനിമകൾ എന്തൊരു ചേലാണെന്നുള്ളൊരു, ഇപ്പോൾ ഓരോ മൂഡിനനുസരിച്ച് നമ്മളെ പ്ലേലിസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ കുറേ റാപ്പ് കേൾക്കും, അല്ലെങ്കിൽ നല്ല കാമായിട്ടിരിക്കുകയാണെങ്കിൽ മെലഡി ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കും. ഡിപ്പെൻസ്. എപ്പോഴും കാമായിരിക്കട്ടെ, അതായിരിക്കും നല്ലത്. ഫോർ ദാറ്റ് ഇന്നസെന്റ് ഫേസ് എനിക്ക് തോന്നുന്നു എപ്പോഴും കാമായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ആ ഇന്നസെന്റ് മോഡ് ഞാൻ വിശ്വസിച്ചു പോയത് കേട്ടോ. വിശ്വാസം സാറിനെ രക്ഷിച്ചു. സാർ ഏത് പാട്ടായിരിക്കും പ്ലേലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു പാട്ട്? അത് തമാശക്കല്ല, സീരിയസ്. സാറ് പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ആക്ച്വലി മാർഗഴി എന്നുള്ള സോങ് ഞങ്ങളുടെ ഇപ്പോഴും ഒരു ലൂപ്പായിട്ട് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സോങ് ലിസ്റ്റിനകത്ത് അത് വന്നിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ പാട്ടുകളിൽ ഇപ്പം ഞാൻ ചെയ്ത മൂവീസ് അല്ലാത്ത പാട്ടുകളിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ്സുകളൊന്നാണ് സലിൽ സാർ മ്യൂസിക് ചെയ്ത കാതിൽ തേന്മഴയായി. സാറിൻ്റെ ലിസ്റ്റിൽ ഞങ്ങളുടെ പാട്ട് ഫസ്റ്റ് അതാണ്. കൈലാസിൻ്റെ ജാസിയാണ് ഇരിക്കുന്നത് പറഞ്ഞല്ല, എന്നെ ആൾക്കാർ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എന്നെ ചീത്ത പറഞ്ഞിട്ട് ഈ പാട്ട് ഓഫ് ചെയ്യുമ്പോൾ ഏത് പാട്ടെന്നറിയോ? അഴകാലിലെ മഞ്ഞച്ച. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട്. അത് ജാസിന്ന് പാടട്ടെ പാടോ പ്ലീസ്. ഓഫ് കോഴ്സ്. അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലേ മഴവില്ലിൻ കസബുലയും മുകിൽ പുടവ ചുറ്റി കുന്നിമണി കൊലുസണിഞ്ഞ് വയൽക്കിളി വരവായി കുറുനില പടർപ്പിനുള്ളിൽ കുളിർമൊഴിയൊഴുകി ഏഴഴകായി പൂങ്കവിളി ചിന്നി നിന്നാണം എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ അഴകാലിലെ മഞ്ഞച്ചരടില് പൂത്താലി മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി. ലവ്ലി. അപ്പോ ഈ സിനിമ ഈ പാട്ട് നമുക്ക് പാടില്ല, മാർഗഴി അത് പാടണം. അല്ലല്ല, അതിന്റെ മേലെയാണ് മറ്റേത്. പേരെന്താണ്? എന്റെ ഈവ. മാർഗഴിയെ കേൾക്കാതെ ഈവയെ വിടൂല. ഇത് കേട്ടിട്ട് പോയാ ഒന്നും പറയണ്ട. ഇനി ഇവിടെ ഇരുന്നത് ഏയ് ഒന്നും പറയണ്ട, ഇത് കേട്ടിട്ട് പോയാ മതി. മാർഗഴിയെ നീലവാർ മുടിയിൽ തിരുകുന്ന പൂവേതോ കരവീരമോ കൈതയോ കാട്ടുചെമ്പകമോ മാർഗഴിയെ നീലവാർ മുടിയിൽ തിരുകുന്ന പൂവേതോ കരവീരമോ കൈതയോ കാട്ടുചെമ്പകമോ. സോ സിനിമ ഏറ്റവും അടുത്ത് റിലീസ് ആവാൻ പോവാണ്. എന്തായാലും ഈ സിനിമ ഏറ്റവും നല്ലൊരു ഹിറ്റ് ആവട്ടെ, എല്ലാവരുടെയും മനസ്സിലൊരു നല്ലൊരു സ്ഥാനം ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.